അപ്പോൾ ഹലോ ഗൈസ്, തിരുവനന്തപുരം ക്യാമ്പ് എന്നും പോലെ ഇന്നും പുലർച്ചെയാണ് വണ്ടി വരുന്നത്. 11:45 നമ്മുടെ ട്രെയിൻ. ഓർക്കക്ഷീണുണ്ട്. ഈ ആഴ്ച 4 ക്യാമ്പ് എടുത്തതിന്റെ ഓർക്കക്ഷീണം ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇന്നും കൂടി കഴിഞ്ഞ അടുത്ത ക്യാമ്പ് കാസർഗോഡാണ് വരുന്നത്. അതിന് കുറച്ച് ദിവസങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ട്രെയിൻ വരുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ട്രെയിൻ കയറാണെങ്കിൽ ഏകദേശം ഒരു 5:15 എത്തും. നമ്മൾ തിരുവനന്തപുരം YMCA സ്ഥലത്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പം ട്രെയിൻ തുറന്നു തരും. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പോയിട്ട് ഒരു 3 മണിക്കൂർ വാങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മുടെ കോച്ച് വരുന്നത് S6-ലാണ് വരുന്നത്. നമുക്ക് 2 പേർക്കും അപ്പുറത്തറത്ത് തന്നെ കിട്ടി. അപ്പോൾ കുറച്ചേരം സുഖമായിട്ട് ഉറങ്ങാൻ കാറ്റിക്കൊണ്ടിട്ട് കാലത്ത് കാണാം ട്രെയിൻ ഇറങ്ങുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തി. ഇപ്പൊ സമയം ഏകദേശം ഒരു 5:30 ആയിട്ട്. ഇവിടെ മഴ പെയ്ത കാരണം കുറച്ച് തണുപ്പുണ്ട്. പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോ പോകുമ്പോ എന്തായാലും നനയും. ഒരു നല്ല കാര്യം നടക്കുമ്പോ ഒരു ചീത്ത കാര്യം നടക്കുമ്പോ സത്യം. YMCA ഹോളിൽ എത്തിയിട്ട് നമ്മുടെ ക്ലാസ് എപ്പോഴും 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുഴപ്പമില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്കിനി കാലത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിന്ന് കുറച്ച് പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് വരും എന്നറിയില്ല. ഇന്ന് മഴ പെയ്ത കാരണം എത്ര പേര് വരും നമുക്കറിയില്ല. കാരണം മഴ വരുമ്പോൾ എല്ലാവർക്കും ക്ഷീണം വരുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് നമ്മൾ മറ്റേ സിമ്പിളൊക്കെ വരച്ച് നമ്മൾ റെഡി ആയി നിൽക്കും ആൾക്കാർക്ക്. അപ്പോൾ 1 മണിയായ സമയം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അവസാനിക്കാൻ പറ്റിയിട്ട് എല്ലാവരും ബ്രേക്ക് കഴിയും. എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ 2 മണിക്ക് വീട്ടിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് അപ്പോൾ കാണാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സമയം 2:05 നമ്മൾ വീണ്ടും ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇവരുടെ ഒരു ട്രെയിനിങ്? നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് ഇത് അറിഞ്ഞത്, ഓറ ബോക്സിനെ കുറിച്ച്. ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കരാട്ടെ ആ ഒരു ലെവലായിരിക്കും, ഹാർഡ് എക്സസൈസ് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഗെയിം കളിക്കുന്ന ലാഭത്തോടെയാണ് തോന്നിയത്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഫ്രം ദ ഡേ വൺ നമ്മളിവർ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് മാർഷൽ ആർട്സിനെക്കാളും എപ്പോഴും നല്ലത് ഓറ ബോക്സിംഗ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യാമ്പ് കഴിയാനും എല്ലാവരും സിമ്പിൾ പറിച്ചിട്ട് പോവാണ്. ഒരു സമയം 3:15 ആയിട്ടുള്ളൂ, നേരത്തെയാണ് കഴിഞ്ഞത്. നമ്മുടെ ട്രെയിനുള്ളത് ഒരു 7:15 നമ്മുടെ ട്രെയിനുള്ളത്. അപ്പോൾ ഇതിന് എന്താ പരിപാടി നോക്കാം. എന്താ ഇത് സൂം എന്നൊക്കെ പറയുന്നുണ്ട്, പോയില്ല നോക്കാം. ഒരു 4 മണിയായി, നമുക്ക് 7 മണി വരെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഫേമസ് സൂം മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ കയറി അവിടെ പോയിട്ട് ആ മൃഗങ്ങളൊക്കെ ഒന്നൊരു ഹായൊക്കെ പറഞ്ഞ് വെറുതെ സൂ കറങ്ങാൻ പോയി നമുക്ക് ബോറടിക്കില്ലേ. കഴിക്കാൻ വേണ്ടി നമ്മൾ ചക്ക വറുത്തതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചും അവറ്റകളെ കണ്ടും എന്നിട്ട് നമുക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പോവാം. 7:15 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളപ്പോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 11:15. നമ്മൾ കറക്റ്റ് ടൈം തന്നെ ഇറങ്ങി. അപ്പൊ നമ്മുടെ 1 വീക്ക് ഭയങ്കര ബിസി വീക്ക് അങ്ങനെ നമ്മൾ ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീക്ക് ശരിക്കും ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഇടവിട്ടായി, കാരണം ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇടവിട്ട് ഒരു ക്യാമ്പ്. ക്ലാസ് എടുക്കാനാണെങ്കിൽ ട്രാവല്, ഉറക്ക ക്ഷീണം എല്ലാം ഉണ്ട്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എല്ലാവരും അടിച്ചു പൊളിക്കുക ചെയ്യുക. അപ്പോൾ ഓറ വാരിയേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും അടുത്ത വ്ളോഗുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ബൈ.